ക്രിസ്തുവേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ബഹുമാനം, മാനം, മാന്യത എന്നീ വിഷയങ്ങളെ സംബന്ധിച്ച് ദൈവത്തെ വചനത്തെ ആധാരമാക്കി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒന്നാണ് മാനം. ഒരു പക്ഷേ താൻ കഴിക്കുന്ന ഭക്ഷണത്തേക്കാൾ, സമ്പാദിക്കുന്ന സമ്പാദ്യത്തേക്കാൾ മാനത്തെ വലുതായി കാണുന്നവരുണ്ട്. ദേശത്ത് തനിക്കൊരു മാന്യതയുണ്ടാകാൻ തൻ്റെ സ്വത്തുക്കൾ മുഴുവനും ചെലവഴിച്ച് തൻ്റെ അധ്വാനം മുഴുവനും അതിനുവേണ്ടി മാറ്റിവെക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് ഈ മാന്യത എന്ന് പറയുന്നതിന് നമ്മൾ പറയുന്നതിനപ്പുറം ചില അർത്ഥങ്ങളുണ്ട്. മറ്റൊരാൾ എന്നെ മാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനമുണ്ടാകുക എന്നർത്ഥം. അതായത് അയാളുടെ ഹൃദയത്തിലെ ആധിപത്യം എനിക്ക് വേണം. ഒരു മനുഷ്യൻ എൻ്റെ ഹൃദയത്തിൽ മറ്റൊരു മനുഷ്യന് ആധിപത്യമുണ്ടെങ്കിൽ ആധിപത്യമുള്ള മനുഷ്യൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും ഈ മനുഷ്യനിൽ നിവർത്തിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ്റെ ഹൃദയം ആരും കൈവശമാക്കാതിരിക്കുക എന്നുള്ളതാണ് വിശ്വാസ ജീവിതത്തിൽ വന്നാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. കാരണം ഹൃദയം മറ്റുള്ളവരുടെ കൈവശമായി പോയാൽ പിന്നെ അവർ ചിന്തിക്കുന്നത് കാര്യം മാത്രമേ നടക്കൂ. അതായത് അനന്യാസും സഫീരയും വിശ്വാസത്തിൽ വന്ന് വിശ്വസ്തമായിട്ട് നിന്നതാണ്. തങ്ങളുടെ വസ്തുവകകളെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാലുകൾ കൊണ്ട് വയ്ക്കാനായിട്ട് ഒരുങ്ങി അങ്ങനെ ചെയ്തതാണ്. സാധാരണ ഒരു ബുദ്ധിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അത്രമാത്രം സമർപ്പണത്തോടു കൂടി മാത്രമേ അത് സാധിക്കൂ. എന്നാൽ വിറ്റതിന് ശേഷം അവർക്ക് ചിന്തയുണ്ടാക്കി അവരുടെ ഹൃദയം പിശാച് കൈവശമാക്കി. അതായത് എന്ത് ചെയ്യും, ഇതങ്ങ് മുഴുവൻ വിറ്റ് അവിടെ കൊണ്ട് കൊടുക്കുന്നത് എന്തിനാ, അതിൽ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം. പല പല ചിന്തകളാൽ അതിൽ നിന്ന് അല്പം മാറ്റി വെച്ചു. ഈ മാറ്റി വെച്ചതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടപ്രകാരമല്ല. അതിനു മുമ്പേ തന്നെ അവരുടെ ഹൃദയം ശത്രു കൈവശമാക്കിയെന്നാണ് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയതെന്ത്? സാത്താൻ ഹൃദയത്തെ കൈവശമാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ ചിന്തിക്കുന്ന പോലെ നടക്കുള്ളൂ. ഒരാളുടെ ഹൃദയം മറ്റൊരാളുടെ കൈവശമാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ ചിന്തിക്കുന്ന പോലെ നടക്കും. അപ്പോൾ പിന്നെ എന്തെല്ലാം കൈവിട്ടു പോയ കാര്യമാണ്. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. വിശ്വാസത്തിലേക്ക് വരുമ്പോൾ തന്നെ വചനം പറയുന്നത് അപ്പോൾ തന്നെ ആരെങ്കിലും ഹൃദയത്തിൽ സ്വാധീനമുള്ള ആരെങ്കിലും ഉണ്ടാവും. അത് തരണം ചെയ്തിട്ട് മാത്രമേ ഒരാൾക്ക് വിശ്വസിക്കാൻ സാധിക്കൂ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പ്രകാരമാണ്, തമ്മിൽ തമ്മിൽ ബഹുമാനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഏകദൈവത്തിൽ നിന്നുള്ള മാനം കാക്ഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? തമ്മിൽ തമ്മിൽ ബഹുമാനം. ഒരു മനുഷ്യൻ ഒരു ദേശത്ത് നല്ല പേരുള്ള മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനാണ്, ആർക്കും എതിരില്ലാത്തൊരു സമ്മതനായൊരു മനുഷ്യൻ. ആ മനുഷ്യൻ സുവിശേഷം കേട്ട് സുവിശേഷത്തിലേക്ക് തിരിയുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഓർത്തു, പല മനുഷ്യരെയും ഓർത്തു. കാരണം വൈകിട്ട് പട്ടണത്തിൽ ശ്രേഷ്ഠന്മാർ ഒരുമിച്ച് കൂടി വിനോദം പങ്കുവയ്ക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ആ പട്ടണക്കാരുടെ മുമ്പിൽ തനിക്കുള്ള സ്ഥാനം ഏറ്റവും വലുതാണ്. അപ്പോൾ അവരെല്ലാം ഹൃദയത്തിൽ താനൊരു ഫിഗർ തന്നെയാണ്. അത്രമാത്രം സ്വാധീനം ആ പട്ടണത്തിൽ ഉണ്ട്. എല്ലാ പട്ടണക്കാരിലും ഉണ്ട്. ആ പട്ടണത്തിൽ എത്ര ആയിരം പേരുണ്ടോ അവരെല്ലാം ഹൃദയത്തിൽ ഇയാൾക്കൊരു സ്വാധീനമുണ്ട്. വിശ്വാസത്തിലേക്ക് വരുമ്പോഴത്തെ ഏറ്റവും പ്രശ്നം അതാണ്. ഈ സകല ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വരും. പട്ടണക്കാരുടെ ഹൃദയത്തിൻ്റെ ആധിപത്യം ഇയാളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. ഇത് ഒരാളുടെ കാര്യമല്ല, ലോകത്തിലുള്ള സകല മനുഷ്യരും വിശ്വാസത്തിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നമാണ്.
ഒരാൾക്ക് ചിന്തിക്കുന്നതാ, ഞാൻ എന്തെല്ലാം ശരി, പക്ഷെ അമ്മാവനെ വെറുപ്പിക്കാൻ പറ്റില്ല എനിക്ക്. ഒരാൾ പറയുന്നതാ. അത് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ, അങ്കിള് അദ്ദേഹമായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാണ്, ബന്ധമുള്ള ആളാണ്, നല്ല മനുഷ്യനാണ്, തനിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന മനുഷ്യനാണ്, എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു മനുഷ്യനാണ്. ആ ആളെ വെറുപ്പിച്ചിട്ട് ഈ വിശ്വാസത്തിലേക്ക് വരാൻ ഇതും പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റില്ല. ഒരു തീരുമാനമാണ്. കർത്താവിൻ്റെ വചനം പറയുന്നത് ഇത് അതിജീവിച്ചിട്ടല്ലാതെ ഒരു മനുഷ്യന് വിശ്വാസത്തിലേക്ക് വരാൻ സാധിക്കില്ല. അതായത് വിശ്വാസം എന്ന് പറയുന്നത് തന്നെ മുന്നമേ ഒന്നാമത്തത് ദൈവത്തെ മാനിക്കണം, ദൈവത്താലുള്ള മാനം കാക്ഷിക്കണം. ഏക ദൈവത്തിൽ നിന്നുള്ള മാനം കാക്ഷിക്കണം, ഏക ദൈവത്തെ മാനിക്കണം. ഇതിന് രണ്ടിനും തയ്യാറുണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യൻ്റെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കൂ. ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ വളവോ തിരിവോ കാണിച്ചാൽ ആ മനുഷ്യൻ്റെ ക്രിസ്തീയ ജീവിതം ആയുഷ്കാലം മുഴുവനും ഈ തിരിവും വളവും കൂടെ ഉണ്ടാവും. എന്നാൽ ആദ്യത്തെ ആ സന്ദർഭത്തിൽ മറ്റാരും എല്ലാം നഷ്ടപ്പെട്ടാലും സകല മനുഷ്യരും തനിക്കെതിരായി തന്നാലും ഏക ദൈവം, എന്നെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്, ആ ദൈവം മാനിക്കുമോ? അത് മതി. ആ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനം ഉണ്ടാകുമോ? അത് മതി. എൻ്റെ ഹൃദയത്തിൽ ആ ദൈവത്തിന് സ്ഥാനമുണ്ട്, ആ രണ്ട് ബന്ധം, ഇത് ഒറ്റ കാര്യം മാത്രം മതി എന്ന് ഒരു തീരുമാനം അങ്ങ് എടുത്തു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായെന്നിരിക്കും. പക്ഷേ ഈ പറഞ്ഞ സകല പട്ടണക്കാരും ലോകവും എല്ലാം ഒടുവിൽ അവരുടെ ഹൃദയത്തിൽ മുൻപുണ്ടായിരുന്നതിനേക്കാൾ വലിയ സ്ഥാനവും മാനവും ഈ മനുഷ്യന് ദൈവം കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അത് ദൈവം ചെയ്യുകയും ചെയ്യും. എന്നാൽ കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് വിളിച്ചു കഴിയുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു സംഭവത്തിങ്കൽ അവന് അയ്യോ എന്തായിത്തീരും, എങ്ങനെ മനുഷ്യൻ്റെ മുഖത്ത് നോക്കും, അവരെന്ത് വിചാരിക്കും, എനിക്ക് സമൂഹത്തിലൊരു ബന്ധമുള്ളതാണ്, സമൂഹത്തിലൊരു സ്ഥാനമുള്ളതാണ്, എനിക്ക് മറ്റുള്ളവരോട് കടപ്പാടുള്ളതാണ്, ഞാൻ എനിക്ക് മക്കളുണ്ട്, എനിക്ക് സഹോദരങ്ങളുണ്ട്, അവരെയും കൂടി ഞാൻ ഓർക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്, ഞാൻ എന്താ ഈ ചെയ്യാൻ പോകുന്നത്, എല്ലാം ഒരു കൈവിട്ട കളി പോലെയാണ് എന്ന് ചിന്തിച്ച് രണ്ടാമതൊന്ന് ആലോചിച്ചു പോയാൽ ഇത് ദോഷത്തിൽ അവസാനിക്കും, അത് നന്മയിൽ അവസാനിക്കില്ല. അതുകൊണ്ട് തുടക്കത്തിലെ തന്നെ വിശ്വാസം ആരംഭിക്കുമ്പോൾ തന്നെ ഞാൻ മാനിക്കുന്നത് ദൈവത്തെയാണ്, വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. രണ്ടാമത് ഞാൻ ഏകദൈവത്തിൽ നിന്നുള്ള മാനത്തെയാണ് കാക്ഷിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ മാനം, മറ്റുള്ളവർക്ക് എൻ്റെ ഹൃദയത്തിൽ എനിക്കുള്ള മാനം നഷ്ടപ്പെടുമെങ്കിൽ എനിക്കത് വിഷയമല്ല. ഈ ഒരു തീരുമാനമാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭമെന്ന് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലെ അടിസ്ഥാന പ്രമാണമായിരിക്കട്ടെ. ലോകം മുഴുവൻ വിശ്വാസ ജീവിതം ആരംഭിക്കണമോ ഏകദൈവത്തിനുള്ള മാനത്തെ കാക്ഷിക്കുക. അല്ലാതെ വിശ്വാസ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അത് കർത്താവ് സമ്മതിക്കുകയില്ല. കാരണം ആ ആരംഭം എന്ന് പറയുന്നത് ദൈവവും അവനുമായിട്ടുള്ള ബന്ധമാണ്. വിശ്വാസത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ദൈവവും, തന്നെ സൃഷ്ടിച്ച ദൈവവും താനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആരംഭമാണ്. അതിൻ്റെ ഇടയിൽ മറ്റാർക്കും സ്ഥാനമില്ല. അവന് ആ അടിസ്ഥാനത്തിന്മേൽ ഒരു വലിയ നന്മ ദൈവം വെച്ചിട്ടുണ്ട്. അതിനെ തള്ളിക്കളഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിനെ നിരസിച്ച് കളഞ്ഞിട്ടോ അതിൽ എന്തെങ്കിലും മായം ചേർത്തിട്ടോ ഒരു നന്മയുടെ പൂർത്തീകരണത്തിൽ അവനെത്തുകയുമില്ല. ഇത് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണമായിരിക്കണം.